സോ ഹലോ ഗൈസ്, എല്ലാം വെച്ചായിരിക്കും പണിറ്റേക്കീസിന്റെ മറ്റൊരു കിടുക്കാച്ചി ഗെയിം പ്ലേ വീഡിയോ. ലെറ്റ്സ് വെൽക്കം ടു മൈൻക്രാഫ്റ്റ്. കുറച്ചധികം ദിവസമായി നമ്മൾ മൈൻക്രാഫ്റ്റിനകത്ത് വന്നിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എപ്പിക്കിനകത്താണ്. എപ്പിക്കിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ ഒരുപാട് പേരുണ്ട്. പോപ്പി ഉണ്ട്, എഫ് ഗെയിമിംഗ് ഉണ്ട്, അൾട്രോൺ അണ്ണൻ, ATG ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാൻ കയറിയിട്ടുണ്ട്. നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം. ഫൈനലി ഞാൻ ലോഗിനായി. എന്നെ കൊല്ലാൻ ആൾക്കാരും വരാൻ തുടങ്ങി. എൻ്റെ സോംബിയുടെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഓടാ. ഓ, എന്നെ ഇവർക്ക് അടിക്കാൻ പറ്റില്ലല്ലേ? വാടാ വാടാ വാടാ, ഇതെന്റെ സമയോടാ. അടിക്ക്, നീയൊക്കെ വന്ന് എന്നെ അടിക്കത്. എത്ര പേരടാ? ഓക്കെ, അപ്പോൾ സ്പോൺ പ്രൊട്ടക്ഷനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുന്ന് പുറത്തിറങ്ങിയ നമ്മൾ ചാവും. നമുക്കൊരു റിസോഴ്സ് പാക്ക് തന്നെ ഇതായിട്ടുണ്ട് കേട്ടാ, ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഷേഡർ കോംപ്ലിമെന്ററിയാണ് കിടക്കുന്നത്. സോ അതെന്നെ ഓൺ ആക്കാം നമുക്ക്. ഓക്കെ, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ വേർ വിൻഡ് മീറ്റ്സ് എന്ന് വെച്ചാൽ വേർ വിൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞ ഗെയിം ഇട്ടപ്പോൾ അതിനകത്ത് പ്രോ കമന്റ് ചെയ്താനുണ്ടായിരുന്ന എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കാനാണ്. പക്ഷെ ഇത് ഗ്രീൻ സ്ക്രീൻ അല്ല, അതുകൊണ്ട് നമുക്കിത് റിമൂവ് ആക്കാൻ പറ്റത്തില്ല. ഇതൊരു ഏതോ കളറാണ്. എന്തായാലും റിമൂവ് ആക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും എഡിറ്റിംഗ് ആപ്പിലിട്ട് നോക്കാം ജസ്റ്റ് റിമൂവ് ആക്കാൻ പറ്റുമോന്ന്. ചിലപ്പോഴേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇവിടുന്ന് പുറത്തിറങ്ങാം. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അവന്മാരെ കൈ കൊണ്ട് ചാവും. ഇതിനകത്ത് വോയിസ് ചാറ്റ് ഉണ്ട്. ആ മോഡൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. കൊള്ളാം. ഇപ്പൊ സെർവറിനകത്ത് ആരുമില്ല, ഞാൻ മാത്രം. പിങ് നോക്കി 32 ഉള്ളൂ. എഫ് ഗെയിമിങ് അവന്റെ ബേസുള്ള കോർഡിനേറ്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോകണോ അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടന്നു നോക്കാം, ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. രാവിലെ ഇനിയും ടൈം എടുക്കും. ഇയാളത് എന്തത്? ഇതെന്താ ഇതൊക്കെയാണത്? കൊള്ളാം, രസമുണ്ട് സാധനം. ഇത് വെറൈറ്റി സാധനം അല്ലേ? പിന്നെ അനിമേഷൻ പാക്ക് ഞാട്ടതാണ്. ഫ്രഷ് അനിമേഷന്റെ പുതിയ പാക്കാണ്. ആരും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോയി യൂസ് ചെയ്ത് നോക്കാം. നല്ല രസമുണ്ട് കാണാൻ. പ്ലെയർ അനിമേഷൻ കണ്ടാ കൂടുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ ഷെയ്ഡർ ഒന്ന് മാറ്റണം കേട്ടാ, ഷെയ്ഡറിന്റെ വെർഷൻ. എന്തേലും ഒരു ഐറ്റം വീണിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എഴുതി കാണിക്കും. എടാ മോനെ, ഇത് എന്തൊരു സെർവർ ഇത്? ഞാൻ കണ്ട പോലത്തെ ഒരു സെർവർ അല്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു സെർവർ കാണുന്നത്, ഇത്രയും ഫീച്ചേഴ്സോടെ കൂടി. ഇതാര് ചെയ്തതെന്നുള്ളതാണ് നമുക്കറിയാത്തത്. തൽക്കാലം നമുക്ക് ഇതൊക്കെ തിന്നിട്ടിരിക്കേണ്ടി വരും. കുറച്ച് കൺഫ്യൂഷൻ ആവുന്നുണ്ട് കേട്ടോ ഈ സാധനം ഇങ്ങനെ കണ്ടിട്ട്. വാടാ, കൊന്നു. ഷിപ്പ്. അയ്യോ കുത്തിരിപ്പ്. അയ്യോ സ്കെൽറ്റൻ. എല്ലാരും ഉണ്ടല്ലോടെ. ഷീപ്പ് എവിടെ? ഷീപ്പ് ആ ഒരെണ്ണം തന്നെ ഉള്ളൂ. വേറെ ഷീപ്പ് വേണം. കൊല്ലാൻ പറ്റില്ല. പിന്നീന്ന് പോടാ കുരുത്തൻ അഴുക്ക ചെറുക്കൻ. ഷീപ്പ് വേണം. ആദ്യം നമുക്ക് ഷീപ്പിന് വേണം. 2 കൂടി മതി. ആ 2 കിട്ടാനാണ് ഈ പണി. അത് വെച്ച് കുറേ ഇവിടെ സ്പോൺ ആയിട്ടുണ്ട്. അതൊന്ന് ഒറ്റയടിക്ക് ശാപഞ്ഞ്. അല്ലെങ്കിൽ വില്ലേജ് കിട്ടിയാലും മതി. പക്ഷെ ഒന്ന് ഇതായി നിൽക്കുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അടിക്കരുത്. ഇത് നല്ലൊരു പരിപാടി കേട്ടോ. നമ്മൾ ഐറ്റംസ് എവിടെ മിസ്സായോ എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അത് കൊള്ളാം, അതെന്തായാലും കൊള്ളാം. ഇത് കേവാണ്. ചെറിയൊരു കേവാണ്. ബാലൻസ് $0. വലിയ കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു. ഞാൻ കുറെ പണിപ്പോയി കാശുണ്ടാക്കാനായിട്ട്. ഇത് സൗണ്ടൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ? അത് റിസോഴ്സ് പാക്കിൻ്റെ ആണെന്ന് തോന്നുന്നു. സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി സ്റ്റോൺ കളക്ട് ചെയ്യാം. ആ സമയം കൊണ്ട് ഫുഡ് അവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് സ്റ്റോൺസ് കളക്ട് ചെയ്യാം. എഫ് ഗെയിമിങ്ങിന്റെ ബേസ് കണ്ടുപിടിക്കണം ഇനി. ഇത് കണ്ട സ്റ്റോൺ അവിടെ ഇവിടെ വീണ് കിടക്കാതെ ഒക്കെ ഒറ്റ സ്ഥലത്ത് കിടന്നോളൂ. മോനെ, എന്തൊക്കെ കാര്യങ്ങളാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 700 അവിടെ എവിടെ ആയിട്ടാണ് എഫ് ഗെയിമിങ് ബേസ് സെറ്റ് ആക്കിയിട്ടുള്ളത്.
ആ ഒരു ഭാഗം ഈ ഒരു സൈഡിലായിട്ടാണ് അത് വരിക. അപ്പം അങ്ങോട്ടേക്ക് പോവാം. അതായത് സൗത്ത് ഈസ്റ്റ് ഇല്ലേ, യെസ്, സൗത്ത് ഈസ്റ്റ് ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാലാണ് ആ ഇതുള്ളത്. ഓക്കെ, നമ്മളെ സെക്കൻഡ് നൈറ്റ്. അപ്പം ഇതിൽ 748 ദിവസമല്ലേ സെർവർ തുടങ്ങിയിട്ട്. ഇവിടെ എവിടെ ആയിട്ടാണ് അവൻ ബേസ് സെറ്റ് ചെയ്തെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ചേപ്പൻ്റെ മിക്കവാറും കോർഡിനേറ്റ്സ് തെറ്റി പോയിട്ടുണ്ടാവും. അറിയില്ല, ഡിസ്കോഡ് തോന്നുന്നുണ്ട്. സ്കോഡ് പിരിഞ്ഞെടുക്കാൻ പറ്റൂ നോക്കട്ടെ. ഓ 71,700 ഫസ്റ്റത്തെന്ന് പറയുമ്പോൾ ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പിടിച്ചു പോണം കേട്ടാ. അയ്യോ, വെറുതെ ഇത്രയും ദൂരം വന്ന് ഞാൻ തന്നെ ഡിസ്കോഡ് നോക്കിയിട്ട് വന്നാൽ മതിയായിരുന്നു. ആഹാ, വന്നുകൊണ്ട് നമുക്ക് വില്ലേജർ ഔട്ട് പോസ്റ്റ് കിട്ടിയേ. കൊള്ളാം, നഷ്ടം വന്നില്ല. നമുക്ക് വെസ്റ്റിലോട്ടാണ് പോണ്ടേ. ഒരു 700 ബ്ലോക്ക് വെസ്റ്റിലോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എഫ് ഗെയിമിങ്ങിന്റെ വീടെത്തി. മഴ പെയ്യുന്നുണ്ട്, കരന്റ് പോവാനുള്ള സാധ്യത ഞാൻ കാണുന്നു. കരന്റ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോ കിട്ടും, ലൈക്ക് OBSന്റെ കിട്ടും, പക്ഷേ വെബ് ക്യാമിന്റെ വീഡിയോ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അടിക്കരുത്. കിട്ടി ഒന്നിനെ കിട്ടി. അവനും പിടിച്ച്. ഇവന്മാരൊന്ന് പുറത്തിറക്കിയാ മതി. പറ്റിച്ചേ കൊണ്ടില്ലല്ലോ. അയ്യോ, എടാ പറന്നു വാടാ പൊട്ടന്മാരെ. കൊണ്ട് ആർമറിക്കുന്നു. രണ്ടുപേരും വന്നാ. രണ്ടുപേരും വന്ന്. ഓക്കെ, അപ്പൊ എനിക്ക് ഇനി ഇവിടെ നിന്ന് പോയാ മതി അല്ലേ. ഇജാതി ഉന്നോക്ക അവന്. ഒയ്യോ, വെസ്റ്റ് ഓപ്പോസിറ്റ്. വെസ്റ്റ് ഇങ്ങോട്ട് അങ്ങോട്ട് നേരെ പോണം. അവന്മാര് പിന്നാലെ വിടൂലടാ. അങ്ങനെ ഒരു വിഷയമുണ്ട്. നമ്മൾ എത്ര ദൂരം പോയാലും അവന്മാര് ട്രേസ് ചെയ്ത് വരും. ഓക്കെ, ഫൈനലി നമ്മൾ അവന്മാരെ എസ്കേപ്പ് ചെയ്തു. അതെ. അപ്പൊ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഒക്കെ അവ എടുത്തോണ്ട് വരുന്നുണ്ടോ കണ്ടാ? ഒന്നുമില്ല, ഒക്കെ അവനെടുത്തു. അവ സ്പ്രൂസ് ഒക്കെ സെറ്റാക്കി. സെറ്റാക്കിയതോ അതോ അവിടെ ഉണ്ടായിരുന്നു? കൗ ഫാം, വീറ്റ് ഫാം. ഇത് എൻട്രൻസ് ഇതാണ്. ഇതല്ല എൻട്രൻസ്, ഇതാണ് വഴി. ഓ, വീടെത്തി. വീട്ടിലൊന്നുമില്ല. മുകളിലൊന്നുമില്ല. വലിയൊരു വ്യൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറ്റോ ബെഡോ ഒന്നുമില്ല. തൽക്കാലം ഈ ബെഡ് നീ വെച്ചോ. അപ്പോ ഇന്ന് ഞാൻ കേട്ടിപ്പോ എന്താ വേണ്ടേ? ബേസ് വല്ലതും സെറ്റ് ആക്കണോ? അല്ലെങ്കിൽ ബേസ് വന്നവിടെ പട്ടിയൊക്കെ ടൈമാക്കി. ഓ, ദേ മൈനിങ് ഏരിയ ഒക്കെ ഉണ്ടായി. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതാക്കി വെച്ചിട്ടുണ്ട്. എന്തത്? ഡോണ്ട് ടേക്ക് എനിത്തിങ് ഗെയിമിങ് ഏരിയ. അതെന്ത് എടുത്താല് എടുക്കാനും പറ്റിയൊന്നുമില്ല. അവന്റെ പട്ടി, ഓണറിന്റെ പേര് കൊടുത്തിട്ടില്ല. ഓ, അവനാണെങ്കി ഇതൊക്കെ ഇതാക്കി കൊടിയൊക്കെ കുത്തി. മോനിതേ ലാവാപ്പൂള്. സ്വന്തമായിട്ട് അവന് ലാവാപ്പൂള്. ഇനി എന്ത് വേണം? അവനെന്ത് വേണം? ഞാൻ എവിടെ ബേസ് ഉണ്ടാക്കും? അവിടെ എന്തൊരു. അപ്പൊ ഞാൻ ഇനി എവിടെ ബേസ് ഉണ്ടാക്കും? ഞാൻ അവിടെ പോയിട്ടുണ്ടാക്കണം. അത് ഇവിടെ ഉണ്ടാക്കണം, അതോ ഇതിന്റെ ബാക്കിലായിട്ട് ഉണ്ടാക്കണം? ഒരു വെറൈറ്റിക്ക് ഇത് ഏതായാലും കടലല്ലേ, വെറൈറ്റിക്ക് ഈ ഓഷ്യനിൽ കണക്ട് ചെയ്തിട്ടുള്ള ബിൽഡുകളുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഈ ഷോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. ഈ ഓഷ്യൻ ഈ ഒരു ഏരിയ ആയിട്ട് നമ്മൾ വീട് കണക്റ്റഡ് ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് ഫിഷിങ് ചെയ്യാം, ഒക്കെ കുറെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ബിൽഡ് ഇവിടെ ഉണ്ടാക്കിയാലും എന്ത് പറയുന്നു? അപ്പൊ നിങ്ങൾ അത് കമന്റ് ചെയ്യും. സോ നിങ്ങൾ കമന്റ് ചെയ്തിരിക്കും, ഞാൻ അടുത്ത എപ്പിസോഡുമായിട്ട് തിരിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കിടല വീഡിയോ ആയിട്ടാണ്. ടാറ്റാ, ബൈ ബൈ.